കേരളത്തിൽ വോട്ടെടുപ്പ് വിഷു കഴിഞ്ഞ് 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക. 5-ാം തീയതി വൈകിട്ട് കൊച്ചിയിലെത്തുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ 7-നും 8-നുമായി ഔദ്യോഗിക യോഗങ്ങൾ പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങും. തുടർന്ന് 9-10 തീയതികളിൽ ബംഗാൾ സന്ദർശിക്കും. ഇതിനുശേഷമാകും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. കേരള നിയമസഭയുടെയും അസം നിയമസഭയുടെയും കാലാവധി മെയ് 23-നാണ് അവസാനിക്കുക. തമിഴ്നാട് നിയമസഭയുടെ കാലാവധി മെയ് 10-നും ബംഗാൾ നിയമസഭയുടെ കാലാവധി മെയ് 7-നും പുതുച്ചേരി നിയമസഭയുടെ കാലാവധി ജൂൺ 15-നും അവസാനിക്കും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ് അസം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുക. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ സംസ്ഥാനങ്ങളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും ബംഗാളിലെ പട്ടിക യഥാർത്ഥത്തിൽ അന്തിമമായിട്ടില്ല. 61 ലക്ഷത്തോളം പേരാണ് സംശയപട്ടികയിൽ ഉള്ളത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പട്ടിക പരിശോധിച്ച ശേഷമായിരിക്കും ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.